അത്യാഹിതങ്ങളും അപകടവും പറഞ്ഞല്ല തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അനന്തുവിന്റെ മരണത്തിൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം സർക്കാർ ചെയ്യുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ സംഭവം ഏതാണ്ട് ഭരണപക്ഷം ചെയ്ത സംഭവമാണ് എന്നുള്ള നിലയിലുള്ള ഒരു പ്രചരണ UDF നടത്തുന്നുണ്ട്. അതൊരു അന്തസ്സില്ലാത്ത രീതിയാണ്. നമുക്ക് രാഷ്ട്രീയം പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, അല്ലാതെ ഈ അത്യാഹിതങ്ങളും അപകട മരണങ്ങളും അത് കാണിച്ച് തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് മുദ്രാവാക്യമാക്കി മാറ്റുന്നത് അത് ജനങ്ങൾ തിരിച്ചറിയും. ഇംതിയാസ് കരീം നമുക്കിപ്പം വിവരങ്ങളുമായി അവിടെ നിന്ന് തുടരുന്നുണ്ട്. ഇംതിയാസ് ഉള്ളത് അനന്തുവിന്റെ വീട്ടിലാണ്. ഇംതിയാസ്, സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച് ഉച്ചയ്ക്ക് മുൻപുണ്ടാകുമെന്നായിരുന്നു ആദ്യം കേട്ടിരുന്നത്. പൊതുദർശനം ഇതുവരെ പൂർത്തിയായില്ലേ? സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും? പൊതുദർശനം പൂർത്തിയായിട്ടില്ല. അതായത് ചടങ്ങുകൾ കഴിഞ്ഞാൽ പൊതുദർശനം കഴിഞ്ഞാൽ ഉടൻ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാം എന്നത് തന്നെയായി. പക്ഷേ ഒരുപാട് അധികം ആളുകൾ ഇങ്ങോട്ടേക്ക് അനന്തുവിനെ അവസാനമായി നോക്ക് കാണാൻ എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം ആളുകളെല്ലാം കണ്ടു തീർന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് ആളുകളൊക്കെ അവശേഷിക്കുന്നുമുണ്ട്. അതുകൂടെ പൂർത്തിയായാൽ പൊതുദർശനം പൂർണ്ണമായും കഴിഞ്ഞാൽ ശ്മശാനത്തിൽ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് ശ്മശാനം. അധികം ദൂരമൊന്നും സഞ്ചരിക്കാനില്ല. അവിടെ എത്തി സംസ്കരിക്കുകയും ചെയ്യും. അനന്തുവിന്റെ അത്തരം നടപടികളൊക്കെ നേരത്തെ തന്നെ ഒരുക്കി വെച്ചിട്ടുമുണ്ട്. അതായത് ഈ അനന്തു ഈ പ്രശ്നമറിഞ്ഞ് വാർത്തയൊക്കെ അറിഞ്ഞ് ഈ നാട്ടിൽ നിന്ന് പുറത്തു നിന്നുള്ള ആളുകൾ പോലും ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്നും മലപ്പുറത്തു നിന്നുമൊക്കെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു, കൂട്ടുകാരെത്തുന്നു. സ്കൂളിൽ കാണാൻ പറ്റാത്ത ആളുകൾ വരെ വീടുകളിലെത്തി കാണുന്നു എന്നുള്ളതൊക്കെയാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം പോയത്. പൊതുദർശനം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. ഒരു 1:15-1:30 കൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആര്യ, ശരി, ഉച്ചയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 2 മണിക്കുള്ളിൽ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാനാണ് കുടുംബം ഇപ്പോൾ ആലോചിക്കുന്നത്. പക്ഷെ അതിലൊരു തീരുമാനമായിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ, ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയൊരു ആൾക്കൂട്ടം അവിടെ അവനെ അറിയുന്ന ആളുകൾ, അവനെ സ്നേഹിക്കുന്ന ആളുകൾ, അവൻ്റെ കൂടെ പഠിച്ച ആളുകൾ, അവനെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ അവസാനമായി അവനെ യാത്ര അയക്കാൻ വേണ്ടി, ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി, ഒരു അന്ത്യചുംബനം നൽകാൻ വേണ്ടി അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വേദനയുടെ നിമിഷങ്ങളാണ്.